ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. കുറേ നാളായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മൂവിക്ക് പോയിട്ട്. സാധാരണ കീരുവാണ് ഒരു മൂവി കാണാൻ പോവാന്ന് പറയാറ്. ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്, നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന്. പിന്നെ എൻ്റെ ഈ പോക്ക് കണ്ട് നിങ്ങൾ വിചാരിക്കും എനിക്ക് അവിടെ എല്ലാം അറിയാമെന്ന്. എനിക്കറിയില്ലായിരുന്നു. കീറുൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു 5-ലേക്കാണ്. ഡോർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല കട്ടിയുണ്ടെന്ന്. പക്ഷെ അത്രയ്ക്ക് കട്ടിയുണ്ടായിരുന്നില്ല, തുറന്നപ്പോഴും മനസ്സിലായി കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് സിനിമ കണ്ടു. നല്ല സിനിമയായിരുന്നു. പക്ഷേ പകുതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ണൊക്കെ ചെവിയൊക്കെ പൊത്തി അങ്ങനെ ഇരിക്കലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ലതാ. അങ്ങനെ അവിടെ നേരെ നമ്മൾ ബർജുമ്മ മോളിക്ക് വന്നു. എനിക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ മേടിക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നു. എനിക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങോട്ട് എടുത്തു. അപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. നേരെ പോയൊരു ചാട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ചാട്ടാണ്. നമുക്ക് ദുബായിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ അത്. അടിപൊളിയാണ് ഇവിടുത്തെ പാനിപ്പൂരി. എനിക്ക് കുറേ ഇഷ്ടമാണ്. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേറ്റിൽ ലാസ്റ്റ് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടി മീട്ട ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതങ്ങോട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സ്വർഗം. അടിപൊളി. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാംഗോ ലസ്സിയും കീരൊരു പാവ് ബജിയാണ് പറഞ്ഞത്. ഇന്നത്തെ ചേട്ടനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് അറിയില്ല. ഇന്ന് എനിക്ക് കുറച്ച് ഡെക്കറേഷനോട് കൂടിയിട്ടാണ് സംഭവം തന്നെ. കുറച്ച് റോസ് പെറ്റൽസും പിസ്താച്ചിയും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ ലസ്സി അങ്ങോട്ട് നീക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ചത്. പാവ് ബജി കീരുവാണ് വാങ്ങിച്ചതെങ്കിലും ടേസ്റ്റ് എനിക്ക് ആദ്യം നോക്കണം, അത് നിർബന്ധമായിരുന്നു. അവിടെ നേരെ നമ്മൾ സ്വീറ്റ്സ് ഷോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു സ്വീറ്റ്സ് ബോക്സ് നമുക്ക് മേടിക്കണമായിരുന്നു. അത് മേടിച്ച് അവിടെ നേരെ നമ്മൾ ഡൽഹി ദർബാറിൽ പോയി. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനെയും ബാബീനെയും ആൻറ്റീനെയും കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആയി നമ്മൾ അവരെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മുടെ വയറൊക്കെ സൂപ്പർ ഫുള്ളായിരുന്നു. എന്നാലും അവിടെ നിന്നും കുറേ ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം കുറേ ഫുഡ് കഴിച്ചു. ഇപ്പോൾ തീരെ അനങ്ങാൻ വയ്യ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.